2006 CPIM നേതൃത്വത്തിൽ LDF അധികാരത്തിൽ വന്നത് 98 സീറ്റുകളുമായാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടും കോൺഗ്രസിന് 38 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിപക്ഷമായിരുന്ന CPIMന് 45 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ MLA മാർ വീതമുണ്ടായിരുന്ന ബോൾഷെവിക് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് B അങ്ങനെയൊക്കെ ആയിരുന്നു 72 എന്ന ടാലി തികച്ചത്. 2016 ആയപ്പോൾ ഇടതുപക്ഷം തിരികെ വന്നു. 2021 അവർ ഭരണം നിലനിർത്തി. UDFനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം 2019 2024 കാഴ്ചവെച്ചെങ്കിൽ പോലും അതിൽ വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് വ്യക്തമായ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയേ അല്ല, പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ നിയമസഭയിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വരേണ്ട അനിവാര്യതയെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. UDF 80-ന് മുകളിലേക്ക് സീറ്റുകൾ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട്. കൃത്യമായി തന്നെ UDF അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. മാണി കോൺഗ്രസ് UDF ഇട്ടതിന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായിരിക്കുന്ന വോട്ട് ചേർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പരിഹരിക്കേണ്ടതായുണ്ട്. കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസം തന്നെയാണ്, പക്ഷേ ശക്തമായി പ്രതിപക്ഷ ദൗത്യം നടപ്പിലാക്കുന്നുണ്ടോ? അവർ ഭരണത്തിലേക്ക് വന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷ ഒത്ത രീതിയിൽ നിലവാരത്തിൽ കാഴ്ചവെക്കാൻ കഴിയുമോ? ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും വലിയ ചോദ്യമായി നിൽക്കുന്നു. അതൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ ബൂത്ത് കമ്മിറ്റികൾ വരെ സജീവമായി നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല സാക്ഷാൽ KPCC അധ്യക്ഷനായ ശ്രീ K സുധാകരനും പറയുന്ന ഒരു കാര്യമാണ്. സുധാകരൻ കൃത്യമായി തന്നെ പറയുന്നു, നന്നായി ഒരു ഹോംവർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. വെറുതെ ലോക്സഭയിലെ വിജയം അതിൻ്റെ തുടർച്ചയായി കാണാം എന്ന് കരുതുക വേണ്ട. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതികമായി നോക്കിയാൽ UDFന് 110 സീറ്റുകളിൽ ലീഡുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് അത് കുറയുന്നു? 2019 ലോക്സഭയിൽ 19 ലോക്സഭാ സീറ്റും വിജയിച്ച UDFന് എന്തുകൊണ്ട് അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല? നിരവധിയായ ചോദ്യങ്ങൾ, അത് ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. നിയമസഭയിലേക്ക് ഒരു വലിയ കരുതലോടുകൂടി UDF നീങ്ങണം എന്ന വാക്യം തന്നെയാണ് UDF നേതാക്കൾ ഒരുമിച്ച് പറയുന്നത്.